അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്കറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. നിസ്കാരത്തിൽ അങ്ങേയറ്റം ഭയഭക്തിയും റബ്ബിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ചിന്താഗതിയും വെച്ച് പുലർത്തുക എന്നത് ഏറ്റവും അത്യാവശ്യമാണ്. മുൻഗാമികളായ ആളുകൾ, മഹത്തുക്കൾ അങ്ങനെയായിരുന്നു ചെയ്തു വന്നിരുന്നത്. അവർക്ക് ദുനിയാവിലെ മറ്റൊന്നിനെയും പേടിയില്ലായിരുന്നുവെങ്കിലും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വല്ല പിഴവും വന്നുപോയോ എന്നോർത്ത് അങ്ങേയറ്റം ഭയപ്പാട് കാണിക്കുമായിരുന്നു. ഷെയ്ഖ് മൊയ്നുദ്ദീൻ ചിസ്തിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഷെയ്ഖ് അഹ്മദുൽ ഖർനവി സിറിയക്കടുത്തുള്ള ഒരു ഗുഹയിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയി. ആ അവസ്ഥയിൽ അദ്ദേഹം വെറും എല്ലും തൊലിയും മാത്രമുള്ള ഒരു അസ്ഥികൂടമായിരുന്നു. താൻ തൻ്റെ മുസല്ലയിലിരിക്കുകയായിരുന്നു. മുമ്പിൽ രണ്ട് വലിയ ഭീമാകാരമായ ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള സിംഹങ്ങൾ വാലാട്ടിക്കൊണ്ട് അടുത്ത് നിൽക്കുന്നു. എന്നോട് അദ്ദേഹം, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബാഗ്ദാദിൽ നിന്നാണ്. അദ്ദേഹം എന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞു, നീ നിന്റെ കാര്യം നേടുന്നത് വരെ ഫക്കീറുകളെ സേവിക്കുക. ഞാൻ ഈ ഗുഹയിൽ പാർത്ത് തുടങ്ങിയിട്ട് 40 കൊല്ലമായി. ഏകാന്ത ജീവിതം നയിക്കുകയാണ് ഞാൻ. പക്ഷേ 30 കൊല്ലമായി ഞാൻ തുടർച്ചയായി കരയുന്നു. ഒരു ഭയം എന്നെ പിടികൂടിയിരിക്കുന്നു. ഈ സിംഹങ്ങളെ ഭയപ്പെട്ടാണോ നിങ്ങൾക്ക് ഭയം ബാധിച്ചത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ല, ഇവകളെ ഞാൻ ഭയപ്പെടുന്നില്ല. എന്നെ ബാധിച്ചിരിക്കുന്നത് നിസ്കാര ഭയമാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ ഓർത്തോർത്ത് കരയും. എൻ്റെ നിസ്കാരത്തിലെ ഷർത്തിൽ ഒരു ശകലത്തിന് ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അധ്വാനമെല്ലാം പാഴാകുമല്ലോ. താൻ ചെയ്ത ഇബാദത്ത് അള്ളാഹു എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുമല്ലോ. അല്ലയോ ഫക്കീർ, നീ നിന്റെ നിസ്കാരത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. മഹത്തായ ഒരു കാര്യം നീ നേടി. അല്ലെങ്കിലോ നിന്റെ ആയുസ് ബോധമില്ലാതെ പാഴായി. തൊബറാനിയും മറ്റും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഒരാൾ നിസ്കരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ്. അയാൾ റുക്കൂ പൂർണ്ണമാക്കുന്നില്ല.
കോഴി കൊത്തുന്നത് പോലെയാണ് അയാളുടെ സുജൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇയാൾ ഈ അവസ്ഥയിൽ മരിച്ചാൽ മുഹമ്മദ് നബിയുടെ മാർഗവുമായി അയാൾക്ക് യാതൊരു ബന്ധവുമില്ല. തുടർന്ന് പറഞ്ഞു, റുക്കൂ പൂർത്തിയാകാതെ കോഴി കൊത്തുന്ന സുജൂദോടെ നിസ്കരിക്കുന്നവൻ്റെ ഉപമ ഒന്നോ രണ്ടോ കാരക്ക മാത്രം കഠിന വിശപ്പിൽ തിന്നുന്നവനാണ്. അതുകൊണ്ട് അയാൾക്കത് എവിടെയും എത്തുകയില്ല, അയാളുടെ വിശപ്പ് മാറുകയില്ല. അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു, റുക്കോയിലും സുജൂദിലും മുതുകിനെ നിശ്ചലമാക്കാത്തവനെ അള്ളാഹു തിരിഞ്ഞു നോക്കുകയില്ല. തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്നു, വുളു പൂർണ്ണമല്ലാതെ അസമയത്ത് നിസ്കരിച്ചാൽ ഭക്തി, റുക്കൂ, സുജൂദ് ഇതൊന്നും പൂർണ്ണമല്ലെങ്കിൽ അത് മേലോട്ടുയരുക ഇരുൾ മുറ്റിയ നിലയിലായിരിക്കും. അത് പറയുന്നുണ്ടാകും, എന്നെ നീ കെടുത്തിയ പോലെ നിന്നെയും അള്ളാഹു കെടുത്തട്ടെ. അത് നിശ്ചിത സ്ഥലത്ത് ചെന്നാൽ പഴന്തുണി ചുരുട്ടുന്ന പോലെ അത് ചുരുട്ടും, എന്നിട്ട് അയാളുടെ മുഖത്തേക്ക് തന്നെ എറിയും. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, മനുഷ്യ, നീ നിന്റെ നിസ്കാരം മെച്ചപ്പെടുത്തുന്നില്ലേ? നിസ്കരിക്കുന്നവൻ ചിന്തിക്കുന്നില്ലേ താൻ എങ്ങനെ നിസ്കരിക്കുന്നുവെന്ന്? തനിക്ക് വേണ്ടി തന്നെയാണവൻ നിസ്കരിക്കുന്നത്. ദൈലമി റിപ്പോർട്ട് ചെയ്തു, നിസ്കാരത്തിൽ മരണത്തെ ഓർക്കുവിൻ. മനുഷ്യൻ തൻ്റെ നിസ്കാരത്തിൽ മരണത്തെ ഓർത്താൽ അയാൾ തൻ്റെ നിസ്കാരം മെച്ചപ്പെടുത്താതിരിക്കില്ല. മാത്രമല്ല, ഈ നിസ്കാരം തനിക്ക് വേണ്ടിയുള്ളതല്ലെന്ന ഭാവത്തിൽ അയാൾ പിന്നെ നിസ്കരിക്കുകയുമില്ല. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു, അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. തിരുമേനിയുടെ ഇടനെഞ്ചിൽ നിന്നൊരു ശബ്ദം കേട്ടിരുന്നു. തിളക്കുന്ന പാത്രത്തിൽ വെള്ളം തിളക്കുന്ന ശബ്ദമായിരുന്നു അത്. വിലാപത്തിൻ്റെ ശബ്ദമായിരുന്നു. മുഈനുദ്ദീൻ സഫവി തൻ്റെ തഫ്സീറിൽ പറയുന്നു, ഭയഭക്തി നിസ്കാരത്തിൻ്റെ ഒരു ഫർളാണെന്നതാണ് പ്രബലപക്ഷം. സുഫിയാനു സൗരി പറയുന്നു, ഭയഭക്തിയില്ലെങ്കിൽ നിസ്കാരം നിഷ്ഫലമാണ്. ഷെയ്ഖ് ബക്കരി തങ്ങൾ പറയുന്നു, ഭയഭക്തിയുള്ളവരുടെ റുക്കൂവും സുജൂദും നീളാൻ അത് കാരണമാകും. ഷെയ്ഖ് സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, സുജൂദിൻ്റെ ബിന്ദുവിൽ നോട്ടം കേന്ദ്രീകരിക്കൽ ഭയഭക്തി ഉണ്ടാക്കുവാൻ ഉപകരിക്കും. അലി റളിയല്ലാഹു അൻഹുവിന് ഒരു യുദ്ധത്തിൽ ഒരു അമ്പേറ്റു. അത് പറിച്ചു മാറ്റിയപ്പോൾ ഒരു മുന കഷണം പൊട്ടിപ്പോയി. ഓപ്പറേഷൻ കൂടാതെ അതെടുക്കാൻ പറ്റില്ലെന്നായി. ഖലീഫയെ ഓപ്പറേഷൻ ചെയ്യാൻ എല്ലാവർക്കും മടി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിസ്കാരത്തിൽ പ്രവേശിക്കാം. ആ സമയത്ത് നിങ്ങൾ എൻ്റെ ശരീരം കീറി ആ അമ്പിൻ്റെ മുന എടുത്തുകൊള്ളുക. അദ്ദേഹം നിസ്കാരം തുടങ്ങി. അവർ ഓപ്പറേഷൻ നടത്തി അത് പുറത്തെടുക്കുമ്പോൾ നിസ്കാരത്തിനൊരു മാറ്റവും ഉണ്ടായില്ല. അമ്പിൻ്റെ മുന പുറത്തെടുത്ത് കളഞ്ഞു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അലി ചോദിച്ചു, നിങ്ങൾ എന്തേ അത് പുറത്തെടുക്കാത്തത്? അവർ അത്ഭുതത്തോടെ പറഞ്ഞു, ഞങ്ങളതെടുത്ത് പുറത്ത് കളഞ്ഞല്ലോ. നോക്കൂ, നിസ്കാരം അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനസ്തേഷ്യയായി തീർന്നു. അദ്ദേഹം തൻ്റെ റബ്ബിൽ വലയം പ്രാപിക്കുകയായിരുന്നു. തന്മൂലം തൻ്റെ ശരീരത്തിലെ ഒരവയവം കീറി മുറിച്ചത് അറിഞ്ഞില്ല. അമ്പിൻ്റെ മുനയെടുത്തത് അവർ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം അറിയുന്നത്. നിസ്കാരത്തിൽ ഒരു മൂട്ടയോ കൊതുകോ കടിച്ചാൽ, ചെറിയൊരു ചൊറിച്ചിലുണ്ടായാൽ, വേണ്ട ഒരു ഈച്ച ദേഹത്തിൽ വന്നിരുന്നാൽ നമ്മുടെ നിസ്കാരമൊക്കെ ഇളകുന്നു. പിന്നെ മനസ്സാന്നിധ്യം ഒരു തുള്ളി ബാക്കിയുണ്ടാവില്ല. പിന്നെ നമ്മളും അവരും എവിടെ നിൽക്കുന്നുവെന്ന് പറയാനുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൗത്രനായ സൈനുൽ ആബിദീൻ തങ്ങൾ വുളു എടുത്താൽ ദേഹമാകെ മഞ്ഞ നിറം കയറുമായിരുന്നു. താൻ നിസ്കാരത്തിൽ നിന്നാൽ കിടുകിടുക്കാൻ തുടങ്ങും. എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, കഷ്ടം, നിങ്ങൾക്കറിയില്ലേ ഞാൻ ആരുടെ മുന്നിലാണ് നിൽക്കുന്നതെന്ന്.
ആരുമായാണ് ഞാൻ സ്വകാര്യ സംഭാഷണം നടത്തുന്നതെന്ന്. ഒരു ദിവസം അദ്ദേഹം സുജൂദിലായിരിക്കുമ്പോൾ തൻ്റെ പുര കത്താൻ തുടങ്ങി. പുരയിതാ കത്തുന്നു എന്ന് ജനങ്ങളുടെ നിലവിളി അദ്ദേഹം കേട്ടുവോ ആവോ. സുജൂദിൽ നിന്ന് തല ഉയർന്നതുമില്ല. ഒടുവിൽ എല്ലാം കഴിഞ്ഞ് തല പൊക്കാത്തതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ചെറിയ തീയല്ലേ, പേടിക്കാനില്ല. വലിയ തീയാണ്, ഭയാനകം. മതിമറന്ന മനുഷ്യ, ചിന്തിക്കൂ. ബോധമില്ലാതെ നീ ആരുടെ മുമ്പിലാണ് ചെന്ന് നിൽക്കുന്നത്? ആരുമായാണ് നീ സ്വകാര്യ സംഭാഷണം നടത്തുന്നത്? നിന്റെ നാഥൻ്റെ മുന്നിൽ നിനക്ക് ലജ്ജയില്ലല്ലോ. ബോധമില്ലാത്ത കൽബും ഭൗതിക ദുർവിചാരങ്ങളാൽ നിറഞ്ഞ നെഞ്ചും കാമക്രോധാദി ഹീന വികാരങ്ങളുമായി നീ നാഥൻ്റെ മുന്നിൽ നിൽക്കുന്നു. അവൻ നിന്റെ രഹസ്യം അറിയില്ലേ? നിന്റെ കൽബവൻ കാണുന്നില്ലേ? നിന്റെ ഭക്തി, വിനയം, താഴ്മ, വണക്കം എന്നിവയുടെ തോതനുസരിച്ചാണ് നിസ്കാരം സ്വീകാര്യമാവുന്നത്. അവനെ നീ കാണുന്നുണ്ടെന്ന ഭാവത്തിൽ നിസ്കരിക്കണം. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും നിനക്ക് മനസ്സാന്നിധ്യമുണ്ടാകുന്നില്ലെങ്കിൽ, നിന്റെ അജ്ഞത മൂലം നിന്റെ അവയവങ്ങൾക്കൊന്നും നിശ്ചലത കിട്ടുന്നില്ലെങ്കിൽ, നിനക്ക് ഞാനൊരു സൂത്രം പറഞ്ഞു തരട്ടെ. നിന്റെ സ്വന്തക്കാരനായ ഒരു പുണ്യാത്മാവ് നിന്റെ വീട്ടിൻ്റെ ഒരു വശത്തിരുന്ന് നിന്നെ നോക്കുന്നുണ്ടെന്ന് നീ സങ്കല്പിക്കൂ. നിന്റെ നിസ്കാരം എങ്ങനെയുണ്ടെന്ന് അയാൾ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സാന്നിധ്യം വന്നെത്തും. നിന്റെ അവയവങ്ങൾ നിശ്ചലമാകും. പിന്നെ നീ ഒരാത്മപരിശോധന നടത്തണം. നിന്നെ കാണുകയും നിന്റെ കൽബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നാഥനെ നീ ഭയപ്പെടുന്നില്ലേ എന്ന് സ്വയം ചോദിക്കണം. അവൻ്റെ മുമ്പിൽ നിനക്ക് ലജ്ജയില്ലേ? ഉപകാരവും ഉപദ്രവവും ഒന്നും നിന്റെ പക്കലില്ല. എന്നിട്ടും എന്തൊരു ധിക്കാരമാണ് നിനക്ക്, എന്തൊരു അജ്ഞതയാണ് നിനക്ക്. സ്വന്തത്തോട് തന്നെ നിനക്ക് എന്തൊരു ശത്രുതയാണ്. ഈ പ്രതിവിധി നിന്റെ കൽബിന് ഫലിച്ചേക്കാം. അപ്പോൾ മനസ്സാന്നിധ്യം കിട്ടും. പണ്ഡിതന്മാർക്ക് അഭിപ്രായ ഐക്യമുള്ള ഒരു കാര്യമാണിത്. ബോധ്യത്തോടു കൂടിയുള്ള നിസ്കാരത്തിനെ കൂലിയുള്ളൂ എന്നത്. മതിമറന്നുകൊണ്ട് ചെയ്യുന്ന നിസ്കാരമാകട്ടെ, അത് സ്വീകാര്യമെന്ന് ബാഹ്യമായി വിധിച്ചാലും അതുമൂലം ഖേദിച്ച് മടങ്ങേണ്ട അവസ്ഥയാണ് ഉണ്ടാവുക. കാരണം ഇതുമൂലം ശിക്ഷ കിട്ടാനാണ് കൂടുതൽ സാധ്യത. ഫക്കീഹ് ഇസ്മായിൽ മുഖിരി ഇങ്ങനെ പാടുന്നു: മനുഷ്യ, നിന്റെ നിസ്കാരം പോലുള്ളതിനാൽ ശിക്ഷയാണ് വന്നെത്തുക. ഒരു ബോധവുമില്ലാതെയല്ലേ നിസ്കാരം തീർക്കുന്നത്. എന്നിട്ട് നീ സൂക്ഷ്മതയ്ക്ക് വേണ്ടി 1 or 2 റക്അത്ത് കൂടുതൽ നിസ്കരിക്കുന്നു. കഷ്ടം! നീ ആരുമായാണ് സംഭാഷണം നടത്തുന്നത്? നീ ആരുടെ മുന്നിലാണ് കുമ്പിടുന്നത്? നിനക്ക് മാത്രം ആരാധിക്കുന്നു എന്ന് അള്ളാഹുവിനോട് പറയുന്ന നീ അള്ളാഹു അല്ലാത്തവരിലേക്ക് മുന്നിടുന്നു. ഒരാവശ്യവുമില്ലാതെ നീയുമായി സംസാരിക്കുമ്പോൾ ഒരാൾ ഒന്ന് മുഖം തിരിക്കുമ്പോഴേക്കും നിനക്ക് ദേഷ്യം വരികയില്ലേ? നീ ഇങ്ങനെ മുഖം തിരിക്കുന്നത് റബ്ബ് കാണുമെന്ന് നാണവും മാനവും ലജ്ജയുമില്ലാത്ത മനുഷ്യ, നീ ഓർക്കാത്തതെന്ത്? തമ്പുരാനെ, ഞങ്ങളെ നീ നേർവഴിക്ക് നയിച്ചാലും ഞങ്ങളുടെ കൈപിടിച്ച് സത്യത്തിലേക്ക് എത്തിച്ചാലും നേരായ മാർഗത്തിലേക്ക്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.